ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. തൃശൂർ വില്ലടം സ്വദേശി കുട്ടമണിയാണ് അറസ്റ്റിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 5372 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം നിർമ്മാണ യൂണിറ്റ് ഉടമയോട് കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ അമൽ സുരേന്ദ്രൻ തൃശൂർ ചെയ്തു. അമൽ, ഒരു ബോർഡ് ചെയർമാൻ കൂടിയാണ്. എങ്ങനെയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്? എങ്ങനെയാണ് സംഭവം പുറത്തറിയുന്നത്? ആരാണ് പരാതിപ്പെട്ടത്? സുഹൈൽ, സംസ്ഥാനത്ത് ഉടനീളം കളിമൺ നിർമ്മാണ ദാതാക്കൾ അല്ലെങ്കിൽ കളിമൺ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്താണ് കളിമൺ പാത്ര നിർമ്മാണ വിതരണ വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ടുള്ള കുട്ടമണി കേന്ദ്രനെ ഇത്തരത്തിലൊരു കൈക്കൂലി ആരോപണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കൈക്കൂലി മേടിച്ചതിനിടയിൽ വിജിലൻസിന്റെ പിടിയിലാകുന്നത്. വളാഞ്ചേരി വില്ലേജ് കീഴിൽ 5372 കളിമൺ പാത്രങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പാത്രത്തിന് 3 രൂപ എന്ന നിലയിൽ തനിക്ക് നൽകണമെന്ന് ഇദ്ദേഹം കളിമൺ നിർമ്മാണ യൂണിറ്റിന്റെ ഉടമയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് കുട്ടമണിയുടെ ശല്യം സഹിക്കാതെ ഈ ഉടമ വിജിലൻസിന് വിവരം അറിയിക്കുകയും തുടർന്ന് വിജിലൻസിന്റെ തന്നെ നിർദ്ദേശപ്രകാരം വടക്കേ സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ച് ഈ പണം കൈമാറാമെന്ന് ഏൽക്കുകയും അത് പ്രകാരം കൈക്കൂലിയുടെ ആദ്യ ഗഡുവായിട്ടുള്ള 10,000 രൂപ കുട്ടമണിക്ക് നൽകുന്നതിനിടയിലാണ് ഇയാൾ വിജിലൻസിന്റെ പിടിയിലാകുന്നത്. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കുട്ടമണിക്ക് എതിരെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ വേറെയും നിലനിൽക്കുന്നുണ്ട്. ഇദ്ദേഹം CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും CPIMന്റെ പ്രവർത്തകനുമാണ്. എന്നാലും ഇയാൾ ഇപ്പോൾ വിജിലൻസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനടക്കം ഇദ്ദേഹത്തിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.